ബസ്സിൽ യാത്ര ചെയ്യാറുള്ളവരാണല്ലേ എല്ലാവരും. ഞാൻ ചെറുപ്പത്തിൽ ബസ് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറിയാൽ ആദ്യം ബസ്സിനകത്തേക്ക് ഒന്ന് വീക്ഷിക്കും. ആരൊക്കെയുണ്ട്, ബസ്സിൽ കയറുന്നവരുടെയൊക്കെ വസ്ത്രധാരണ രീതി എങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ നോക്കും. എന്നിട്ട് പതിയെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കും കേട്ടോ. ബോറടിക്കാതിരിക്കാനായിട്ട് എൻ്റെ അന്നത്തെ വിനോദങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഈ യാത്രയിൽ എത്ര സൈക്കിളുകൾ കണ്ടു, എത്ര ബൈക്കുകൾ കണ്ടു, അതിൽ ഒരുപോലുള്ള ബൈക്കുകൾ എത്ര എണ്ണം ഉണ്ട്, കാറുകൾ എത്ര എണ്ണം കണ്ടു, അതിൻ്റെ ഒരേ കളറിലുള്ള കാറുകൾ എത്ര എണ്ണം ഉണ്ട്, മരങ്ങൾ എത്ര എണ്ണം കണ്ടു, അതിൽ ടെറസ് വീടുകളുള്ള എത്ര എണ്ണം ഉണ്ട്, ഓടിട്ട വീടുകൾ എത്ര എണ്ണം ഉണ്ട്, മതിൽ കെട്ടിയ വീടുകൾ എത്ര എണ്ണം ഉണ്ട്, നല്ല വലിയ ഗേറ്റൊക്കെ ഇട്ട വീടുകൾ എത്ര എണ്ണം ഉണ്ട്, കടകൾ എത്ര എണ്ണം കണ്ടു, സ്കൂളുകൾ എത്ര, അമ്പലങ്ങൾ എത്ര എണ്ണം കണ്ടു, പള്ളികൾ എത്ര എണ്ണം കണ്ടു. ഇവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലം മുതൽ ഇപ്പോൾ യാത്ര ചെയ്ത് തീരുന്ന സ്ഥലം വരെ എത്ര പോസ്റ്റുകൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീക്ഷിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഒന്ന് ബോറടിക്കാതിരിക്കാനായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നത്. അന്നൊക്കെ മൊബൈലോ ടാബോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നിങ്ങളടക്കമുള്ളവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഒരു സീറ്റ് കണ്ടുപിടിക്കുക, പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാഗിൽ നിന്നോ മൊബൈൽ പുറത്തെടുക്കുക. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഇന്ന് ഫേസ്ബുക്കൊന്നും അധികം ആർക്കും താല്പര്യമില്ല. ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, കാണുന്നു. ചിലർ വോയിസ് കൂട്ടിയിട്ടും മറ്റു ചിലർ വോയിസ് കുറച്ച് വെച്ചും ചിലർ എയർ ഡ്രോപ്സ് വെച്ചും അങ്ങനെ റീൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഈ റീൽസ് കാണൽ തന്നെയാണ് അല്ലേ? നിങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ?